ഒന്നാമതായി ഓർപ്പിക്കാനുള്ളത്, അനുസ്മരണകളെ അനുഭവങ്ങളാക്കി തീർക്കാൻ സാധിക്കണം. അനുസ്മരണകൾ അനുഭവങ്ങളായി തീരുന്നില്ല എങ്കിൽ അനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യങ്ങളായി പരിണമിക്കും. നാം ഇന്ന് ആരുടെ ഓർമ്മയെ ആഘോഷിക്കുന്നുവോ ആ ഗീവർഗീസ് സഹദായെ കേവലം നമ്മുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല അനുസ്മരണം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അനുസ്മരണ എന്നുള്ളത് ഇവിടെ അർത്ഥമാക്കുന്നത് ഏത് പുണ്യപുരുഷനെ നാം ഓർക്കുന്നുവോ ആ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിലേക്കും ജീവിതശൈലിയിലേക്കും ജീവിത സംസ്കാരത്തിലേക്കും അദ്ദേഹം ആർക്കു വേണ്ടി നിലകൊണ്ടുവോ ആ പരിശുദ്ധമായ ജീവിതവും കൊണ്ട് സാക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിയണം. മാത്രമല്ല, അദ്ദേഹം അവകാശിച്ച ആത്മീയ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആഗിരണം ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെ അനുഭവതലത്തിൽ ആ അനുസ്മരണ ആക്കിത്തീർക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പെരുന്നാളുകൾക്ക് അർത്ഥപൂർണ്ണ കൈവരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഓർക്കുവാനുള്ളത്, അനുസ്മരണങ്ങളെ അനുഭവങ്ങളാക്കി തീർക്കാൻ സാധിക്കണം. ഓർമ്മകളെ ഓർമ്മപ്പെടുത്തലുകളാക്കുവാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ പെരുന്നാളുകൾ അർത്ഥപൂർണ്ണമാകുകയുള്ളൂ എന്നുള്ള പ്രഥമമായ കാര്യം ഓർപ്പിക്കട്ടെ. രണ്ടാമതായി ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു പട്ടാളത്തിൽ പ്രവർത്തിച്ച നല്ല ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ലെബനാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു നാടുവാഴിയുടെ മകളെ രക്ഷിച്ചത്, ഒരു സർപ്പത്തെ കൊന്നിട്ട് നാടുവാഴിയുടെ മകളെ രക്ഷിച്ച കാര്യമെല്ലാം നാം ചരിത്രത്തിലൂടെ നാം എപ്പോഴും കേൾക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഒന്നാമത് ഓർപ്പിക്കാനുള്ളൊരു കാര്യം, ഗീവർഗീസ് സഹദായിക്ക് എന്തുകൊണ്ട് ഇപ്രകാരം നാടുവാഴിയുടെ മകളെ രക്ഷിക്കുവാൻ തക്കവണ്ണം തിന്മയുടെ പ്രതീകമായ സർപ്പത്തെ കൊല്ലുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആരാധ്യപുരുഷനായി അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പെരുന്നാളുകൾ ഏതാണ്ട് മലങ്കര സഭയിലെ പകുതിയോളം പള്ളികൾ ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണെന്ന് ഞാൻ കേട്ടുനിട്ടുള്ളത്. അത്രമാത്രം ഗീവർഗീസ് സഹദായെ വളരെയധികം ബഹുമാന്യത്തോടുകൂടെ കാണുവാൻ തക്കവണ്ണമുള്ള കാരണം എന്താണ്? ഒന്നാമതായി ഓർപ്പിക്കാനുള്ളത്, ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ കാണുന്ന അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനുള്ള അചഞ്ചലമായ വിശ്വാസം. പ്രതികൂല സാഹചര്യങ്ങൾ അനവധിയായി ഉണ്ടായിട്ടും, കൊടിയ പീഡനത്തിൻ്റെ വേദികളിലൂടെ കടന്നുപോയിട്ടും, ആർക്കും സഹിക്കാൻ വയ്യാത്ത വേദനയിൽ അധികമായ വേദനകൾ സഹിച്ചിട്ടും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കാനുള്ള കാര്യം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലുള്ള വിശ്വാസം എത്രമാത്രം ഉണ്ടെന്നുള്ളതിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് ക്രിസ്തീയ മൂല്യങ്ങളെ അളക്കേണ്ടത്. യേശുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും ക്രിസ്തേതരമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് തന്നെ വൈരുദ്ധ്യം ഉണ്ടാവുകയാണ്. എന്താണ് വിശ്വാസമെന്നുള്ളത്? നമുക്ക് ഇബ്രാഹിം ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആശിക്കുന്ന ഉറവും കാണാത്ത അരികം നിശ്ചയമാകുന്നു. അതെല്ലാവരും പറയും. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. ഇത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഒരു 10,000 പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വിശപ്പ് മാറുമോ? ആരുടെ വിശപ്പ് മാറുകയല്ല. എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം, കഴിച്ചത് ദഹിക്കണം, ദഹിച്ചിട്ട് ലവണങ്ങൾ രക്തത്തിൽ അരിഞ്ഞു തരണം, അപ്പോൾ വിശപ്പ് മാറിയെന്ന് പറയാം. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് കാണുന്നത്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് അനുഭവമാക്കി തീർക്കണം. അനുഭവമായി തീരുമ്പോൾ മാത്രമേ വിശ്വാസത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുകയുള്ളൂ. അനുഭവമില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുന്ന, അനുഭവിച്ചറിയുന്ന വ്യക്തിത്വങ്ങളായി പരിണമിക്കണം. ഗീവർഗീസ് സഹദാ അപ്രകാരം അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ രുചിച്ചറിഞ്ഞ, ആ വ്യക്തിത്വത്തെ കൂടുതലായി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്രമാത്രം ആഴമായിരുന്നു. എന്തെല്ലാം കൊടിയ പീഡനങ്ങൾ, വളരെയധികം വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ചു, അദ്ദേഹം കുലുങ്ങിയില്ല. കൊടിയതായ പീഡനം അനുഭവിച്ചു, കുലുങ്ങിയില്ല. യേശുവിലുള്ള വിശ്വാസം അത്രമാത്രം ആഴമായിരുന്നു. അപ്രകാരം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എത്രമാത്രം ആഴമായിട്ട് നമുക്കുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകാത്തവർക്ക് സൗജന്യമായി 10 കിലോ പഞ്ചസാര വിതരണം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് ഈ പള്ളി കാണും? ഒട്ടുമുക്കാലും പേര് വരത്തില്ല. വെറുതെ കിട്ടുന്നതല്ലേ, അങ്ങോട്ട് പോകും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത്രയേ ഉള്ളൂ.
നമ്മുടെ വിശ്വാസമൊക്കെ അമ്പേ പരാജയത്തിലാണ്. ഗീവർഗീസാദായിക്ക് സ്ഥാനമാനങ്ങൾ അനവധിയെ കൊടുക്കാമെന്ന് പറഞ്ഞു, ഒന്നും ഏറ്റില്ല. ഒരു പ്രലോഭനവും അവിടെ പറ്റിയില്ല. യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആ വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം, ആ വിശ്വാസത്തിൻ്റെ വീര്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? പ്രയാസങ്ങളും പീഡനങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടായാലും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ പിന്മാറുകയില്ല, അവൻ്റെ വിശ്വാസത്തിൽ ഞാൻ പിന്മാറുകയില്ല എന്ന് ഉറച്ച പ്രഖ്യാപിക്കേണ്ട കോണമുള്ള ആ സഹതായുടെ ആത്മാവ് നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ ഈ പെരുന്നാളൊക്കെ അർത്ഥശൂന്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമത് ഓർപ്പിക്കാനുള്ളതാണ്, യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മളൊന്നും നങ്കൂരമിടണം. യേശുള്ള വിശ്വാസം വേലിയേറ്റം ഉണ്ടാകണം. യേശുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിക്കണം. കേവലം ബുദ്ധി കൊണ്ടുള്ള ആലോചന കൊണ്ടും തീരുമാനം കൊണ്ടും ആരാധന കൊണ്ടും മാത്രം വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. അനുഭവതലത്തിൽ യേശുവിനെ രുചിച്ചറിയണം. എന്നിട്ട് പറയണം, യേശു ജീവിക്കുന്നു, അവനെൻ്റെ രക്ഷിതാവാണെന്ന് അനുഭവം കൊണ്ട് പറയാൻ സാധിക്കണം. അങ്ങനെ പറയാൻ സാധിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് അർഹതയായിത്തീരും. എന്തിലൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? ഒന്നാമത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ച് പല ഉദ്ദേശങ്ങളുണ്ട്. നമുക്കറിയില്ല എന്താണ് ഉദ്ദേശമെന്ന്. പല കുഞ്ഞുങ്ങളും പല ആഗ്രഹവും മനസ്സ് വെച്ചുകൊണ്ട് പഠിക്കും. പക്ഷേ ദൈവം നയിക്കുന്ന വേറെ മാർഗത്തിലായിരിക്കും. നമ്മുടെ ഉദ്ദേശമല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവ സാന്നിധ്യ ബോധം അത് നമുക്കുണ്ടാകണം. ആ വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധം. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും എൻ്റെ ഇടത്തും എൻ്റെ വലത്തും യേശു നിൽക്കുന്നത് കൊണ്ട് തിന്മയായ കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിപ്പാനും സാധ്യമല്ല എന്ന്. ആ മഹതിയുടെ ദൈവ സാന്നിധ്യ ബോധം എത്രമാത്രം ആഴമുള്ളതായിരുന്നു. ആ സാന്നിധ്യബോധം അനുഭവിച്ച വ്യക്തിയാണ് ഗീവർഗീസാദ. അതുകൊണ്ടാണ് പീഡനങ്ങൾ ഏറ്റിട്ടും യാതൊരു സങ്കോചവും കൂടാതെ മുന്നേറുവാൻ തക്കവണ്ണം സാധിച്ചത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളെവിടെ പോയാൽ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. അങ്ങനെയെങ്കിൽ തിന്മയ കാര്യങ്ങൾ പറയാനും പ്രവർത്തിപ്പാനുള്ള വലിയ ആഗ്രഹമൊന്നും ഉണ്ടാകുകയില്ല. ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കാമെങ്കിൽ ധൈര്യത്തോടും പ്രത്യാശയോടും ജീവിതം നയിപ്പാൻ തക്കൊണ്ട് സാധിക്കുകയും ചെയ്യും. മൂന്നാമത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. എന്തെല്ലാം വാഗ്ദാനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് വരുമ്പോൾ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്വാനിക്ക് നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവിക വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിക്കാൻ സാധിക്കണം, ആക്ഷരികമായി വിശ്വസിക്കാൻ സാധിക്കണം. നാലാമത് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ സാധിക്കണം. ഈ ലോകശക്തിക്ക് ഉപരിയാണ് ദൈവത്തിൻ്റെ ശക്തി. നമുക്ക് അസാധ്യമെന്ന് പറയുന്നത് സാധ്യമായി തീരുവാൻ ദൈവശക്തിക്ക് സാധിക്കും. ആ ദൈവശക്തിയുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അപ്രകാരം വിശ്വാസത്തിൻ്റെ നല്ല പോരാളിയായ ഗീവർഗീസാദായുടെ ഓർമ്മ കഴിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളിൽ വിശ്വാസത്തിൻ്റെ സ്ഥിരത പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. സത്യവിശ്വാസത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളത് ഒന്നാമത് ഓർപ്പിക്കാം. രണ്ടാമത് ഇതിനോട് ചേർന്ന് വരുന്നതാണ് വിശ്വാസം ഉറവയാണ്, സ്നേഹം അരുവിയാണ്. സഹതന്മാരും പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ദൈവിക സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. വിശ്വാസത്തിൻ്റെ ഉറവയുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ അരുവി സ്വതവേ വന്നുകൊള്ളൂ. ആ സ്നേഹം ഒട്ടിൻ്റെ വലിയൊരു മാസ്മരിക ശക്തി അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ദൈവിക സ്നേഹത്തിൻ്റെ കുറവ് ഇന്ന് എല്ലായിടവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കുടുംബത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും ദേശത്താണെങ്കിലും സ്നേഹത്തിൻ്റെ പാരസ്പര്യത കുറഞ്ഞുകൊണ്ടിരിക്കുക, ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുക, വിദ്വേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, വിഭാഗീയത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ദൈവിക സ്നേഹത്തിൻ്റെ അരക്ക് നമ്മെ ഒട്ടിക്കുന്നില്ല. ആ ഒരു ദൈവിക സ്നേഹത്തിൻ്റെ പാരസ്പര്യതയിൽ ഉണ്ടാകുന്ന ഒന്നിപ്പ്, ആ ഒരു വലിയൊരു കൂട്ടായ്മ ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പാരസ്പര്യതയിൽ ഒന്നായിത്തീരുന്ന ഐക്യബോധമുള്ളവരായി ജീവിപ്പാൻ തക്കണം സാധിക്കണം. ആ ദൈവിക സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, വിശ്വാസത്തിൻ്റെ ഉറവയുണ്ടെങ്കിലേ സാധിക്കൂ. ദൈവത്തിലുള്ള വിശ്വാസം, അതായത് സ്നേഹത്തിൻ്റെ അരുവി നമ്മളിൽ നിന്നും ഉദ്ഗമിക്കുവാൻ തക്കവണ്ണം ഇടയാകുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണമെന്നുള്ളത് രണ്ടാമത് ഓർപ്പിക്കുകയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഗീവർഗീസാദായെ പോലെ ത്യാഗത്തിന് നമ്മൾ സന്നദ്ധരായിത്തീരും. എന്ത് ത്യാഗം വന്നാലും, എന്ത് യാഗമായി തീരേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം, ത്യാഗം അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് സന്നദ്ധരായിത്തീരും. വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് ത്യാഗം. ഗീവർഗീസാദ തൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എന്തെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്തു. അതെല്ലാം യേശുവിലുള്ള വിശ്വാസത്തിലും തന്നുള്ള സ്നേഹത്തിലുമായിരുന്നു. ആ വിശ്വാസവും സ്നേഹമുണ്ടെങ്കിൽ ത്യാഗത്തിൻ്റെ നീർച്ചാലുകളായി നമ്മുടെ ജീവിതം തീരും, യാതൊരു സംശയവുമില്ല. ത്യാഗാത്മക ജീവിതമാണ് യോഗാത്മകതയിലേക്ക് നമ്മെ നയിക്കുന്നത്. ത്യാഗാത്മക ജീവിതം ഇല്ലെങ്കിൽ യോഗാത്മകത ഉണ്ടാകുകയില്ല. ത്യാഗം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോൾ അത് ദൈവവുമായുള്ള യോഗാത്മക അനുഭവത്തിലേക്കുള്ള വളർച്ചയാണ്.
അതുകൊണ്ട് ത്യാഗാത്മകത ഇല്ലാതെ യോഗാത്മകത ഉണ്ടാകുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. ആ യാഗത്തിൽ അല്പം പങ്കാളിത്തം നമുക്ക് വഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിപ്പാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, വിശ്വാസവും സ്നേഹവും ഈ ത്യാഗവും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടിയിരിക്കുന്ന സംഗതികൾ. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗീവർഗീസായുടെ ജീവിതത്തിൻ്റെ ആവിഷ്കാരം മോഡലിലൂടെ ഈ ലോകത്ത് പ്രദർശിപ്പിക്കാൻ തക്കവണ്ണം സാധ്യമായി തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കാം.